തൃശ്ശൂർ കോർപ്പറേഷനിലെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും തുടരുകയാണ് അവിടെ ആ പ്രതിഷേധം. ദേഹത്തൊട്ടാകെ ചുവന്ന മഷി കോഴിയൊഴിച്ചുള്ള പ്രതിഷേധമാണ് അവിടെ കാണുന്നത്. ഒപ്പം ആ 22 വയസ്സുള്ള വിഷ്ണുദത്തിന്റെ ചിത്രമടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ കൗൺസിൽ ഹാളിനടക്കെ പ്രതിഷേധം. കയ്യിൽ ഒരു റീത്ത് അതിലൊരു പ്രതിപക്ഷ കൗൺസിലർ പിടിക്കുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം ആ ദിവസം മുതൽ ഉണ്ടാവുന്നുണ്ട്. റോഡ് റീടാർ ചെയ്യുന്നതിലടക്കം അധികൃതർ കടുത്ത അനാസ്ഥ കാണിക്കുന്നു എന്നുള്ളതായിരുന്നു തുടക്കം മുതലേ ഉണ്ടായിരുന്ന ആരോപണം ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. മേയർ ആ വിഷയം ചർച്ച ചെയ്യുമോ എന്ന കാര്യം അറിയില്ല. മേയർ അവിടെ ഇരിക്കുന്നുണ്ട്. നേരത്തെ നമ്മുടെ മൈക്ക് കൊണ്ടുപോയപ്പോൾ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന മൈക്ക് തട്ടുന്ന മേയറെ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും അല്പസമയത്തിനും റാഫി ഒരിക്കൽ കൂടി പ്രതികരണം ആരായും എന്ന് വേണം പ്രതീക്ഷിക്കേണ്ടത്. കുഴികളടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയത് പൊറുക്കാൻ കഴിയാത്ത അനാസ്ഥയാണെന്നും ഉത്തരവാദിത്തത്തിൽ നിന്ന് കോർപ്പറേഷനോ മേയർക്കോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നുമാണ് നേരത്തെ ഉള്ള പ്രതിഷേധത്തിൽ മിനിഞ്ഞാന്നുണ്ടായ പ്രതിഷേധത്തിൽ കൗൺസിലർ ജോൺ ഡാനിയൽ ആരോപിക്കുന്നത് നമ്മൾ കണ്ടത്. റോഡിൽ കൗൺസിലർമാർ അവിടെ കൈകോർത്ത് കിടന്നു. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനാവാതെ പോലീസ് കഷ്ടപ്പെടുന്ന കാഴ്ച നമ്മൾ ആ ദിവസം അപകടമുണ്ടായ ആ ദിവസം കണ്ടു. അതോടെ റോഡിൽ ദീർഘനേരം ഗതാഗതക്കുരുക്ക് ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അത് ഒരു ഗുരുതരമായ പ്രശ്നമാണ്. ഒരു റോഡിലെ കുഴിയാണ്, ഒരു വലിയ കുഴിയാണ്, ഒരു നരകവാതിൽ പോലെയുള്ള ഒരു പാതാളക്കുഴി അവിടെ ഉണ്ടാകുന്നു. ആ പാതാളക്കുഴി ദീർഘനാളായി അവിടെ കിടക്കുന്നു. നേരത്തെ നമ്മൾ സൂരജിനോടൊക്കെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ റിപ്പോർട്ടർ സൂരജിനോടൊക്കെ ചോദിക്കുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. ആ വഴി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആ കുഴിയുടെ മുന്നിൽ വരുമ്പോൾ മാത്രമേ ആ കുഴി അവിടെ ഉണ്ട് എന്ന് കാണാൻ കഴിയുന്നുള്ളൂ. പ്രത്യേകിച്ച് വെള്ളം കൂടി നിറഞ്ഞ് കിടക്കുകയാണെങ്കിൽ വെട്ടിച്ച് മാറ്റുക, അല്ലെങ്കിൽ കുഴിയിൽ ഇറങ്ങുക, രണ്ടാമതിലും അവിടെ ഉറപ്പ്. അപ്പോൾ അങ്ങനെ റിസ്ക് എടുക്കുക, ജീവൻ റിസ്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ആ കുഴിക്ക് മുന്നിൽ വരുന്ന പ്രത്യേകിച്ച് 2 വീലർ ഡ്രൈവറുടെ മുന്നിൽ 2 വഴികളുള്ളൂ. അതിൽ വെട്ടിച്ചു മാറ്റാൻ പാവം വിഷ്ണുദത്ത് തീരുമാനിക്കുന്നു. പിന്നാലെ വന്ന സ്വകാര്യ ബസ് ഇടിക്കുമ്പോൾ അമ്മയുണ്ടായിരുന്നു. അമ്മയ്ക്കും ഗുരുതരമായി പരിക്കേൽക്കുന്നു. തൽക്ഷണം തന്നെ റോഡിൽ തന്നെ ഇടിച്ചു കയറിയ ആ സ്വകാര്യ ബസ്സിനിടയിൽപ്പെട്ട് വിഷ്ണുദത്ത് എന്ന് പറയുന്ന 22 വയസ്സുള്ള ജീവിച്ചു തുടങ്ങിയ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു എന്ന് തന്നെ പറയണം. കാര്യം ഭരണകൂടത്തിന് അനാസ്ഥയിൽ പൊലിഞ്ഞുപോയ ഒരു ജീവനാണ്. തൃശ്ശൂർ കോർപ്പറേഷനെ സ്വകാര്യ സ്ഥാപനത്തിന് എഴുതി കൊടുത്ത രാജൻ പല്ലൻ രാജിവെക്കുക എന്ന ഫ്ലക്സ് ഒക്കെ ഉയരുന്നുണ്ട്. റാഫി കരീം ആ വിവരങ്ങളുമായി ചെയ്യുന്നു. റാഫി, ആരാണ് ആ രാജൻ പല്ലൻ? എന്തായാലും ആ വിഷയത്തെ പുതിയ ഡയമെൻഷനിലേക്ക് കൊണ്ടുപോവുകയാണോ പ്രതിപക്ഷം? മേയറുടെ പ്രതികരണം എന്താണ് റാഫി? ഹാഷിമി, രാജൻ പല്ലൻ തൃശ്ശൂർ കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവാണ്. ഈ പ്രതിപക്ഷ നേതാവിനെതിരെ ഇപ്പോൾ ഒരു അഴിമതി ആരോപണമാണ് ഭരണപക്ഷം ഉന്നയിക്കുന്നത്. ഈ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ആവശ്യപ്പെടുന്നത് വിഷ്ണുദത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് റോഡിലെ കുഴി അടയ്ക്കുന്നതും റോഡിൽ കുഴി രൂപപ്പെട്ടുണ്ടാകുന്ന അപകടങ്ങളും ആ വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടിയായാണ് തൃശ്ശൂർ കോർപ്പറേഷനെ സ്വകാര്യ സ്ഥാപനത്തിന് എഴുതി കൊടുത്ത രാജൻ പല്ലൻ രാജിവെക്കണമെന്ന ബോർഡുമായി ഭരണപക്ഷ കൗൺസിലർമാർ പ്രതിഷേധിക്കുന്നത്. ഈ 2 കൂട്ടരും പരസ്പരം പ്രതിഷേധിക്കുന്നത് ഈ 2 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. ഇത്തരത്തിൽ ഒരു ചർച്ച ആവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നടക്കുന്നത്. ഒപ്പം തന്നെ ഈ കൊലയാളി മേയർ രാജിവെക്കുക, ഒപ്പം എന്ന് പറയുന്നത് ഈ തൃശ്ശൂരിലെ മേയർക്കെതിരെയും ഒപ്പം നഗരസഭ കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കുക. ഇത് രണ്ടുമാണ് കോർപ്പറേഷൻ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. അതേസമയം തന്നെ കോർപ്പറേഷൻ മേയറെ കസേരയിൽ റീത്ത് വയ്ക്കുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയണം, ആ പരാമർശം പിൻവലിക്കണമെന്ന ആവശ്യമാണ് ഭരണപക്ഷം ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ തൃശ്ശൂരിലെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപ് ഈ നഗരസഭ ചെറുപ്പുറം കോർപ്പറേഷൻ മേയറായിരുന്ന രാജൻ പല്ലൻ ഉണ്ടാക്കിയ കരാറ് അത് അഴിമതിക്ക് വേണ്ടിയാണ് എന്നുള്ള ആരോപണവും ഭരണപക്ഷം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും 2 കൂട്ടരും പരസ്പരം ചേർന്നിരുന്നുള്ള മുദ്രാവാക്യം വിളിയും പ്രതിഷേധവും തുടരുകയാണ്. അല്പസമയം മുമ്പ് ഈ ടേബിൾ കയറി നിന്ന് പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് കൗൺസിലർമാരെ 2 നഗരസഭ കോർപ്പറേഷൻ കൗൺസിൽ യോഗങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമെന്ന് മേയർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മേയർ ഇവരോട് ഈ സമരം അവസാനിപ്പിക്കാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ കൗൺസിലർമാരൊന്നും തന്നെ ഇതിനൊന്നും തയ്യാറല്ല. എന്തായാലും ഈ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷമുള്ളത്. ഒപ്പം പ്രതിപക്ഷ നേതാവ് മേയർക്കെതിരെ നടത്തിയ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയാതെ കൗൺസിൽ യോഗം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഭരണപക്ഷ കൗൺസിലർമാരുള്ളത്. എന്തായാലും സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹമുണ്ട്, കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സമരത്തിൽ നിന്നും പ്രതിഷേധത്തിൽ നിന്നും 2 കൂട്ടരും പിന്നോട്ട് പോകില്ല എന്ന നിലപാടിലാണ് ഇപ്പോഴുള്ളത്. ഈ സമയം ഇപ്പോൾ ഈ ടേബിൾ കയറി നിന്നുള്ള പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. പ്രതിപക്ഷത്തിനൊപ്പം നടുത്തളത്തിൽ അവിടെ പ്രതിഷേധം തുടരുന്നുണ്ട്. അപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധത്തിനെതിരെ ഭരണപക്ഷവും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്.
ഒരു കാര്യം ഉറപ്പാണ്, ആ റോഡിലെ കുഴിയിൽ വീണാണ് ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടതെങ്കിൽ അത് ഭരണകൂടത്തിന് അനാസ്ഥയാണ്. ആ അനാസ്ഥയ്ക്ക് മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. ആ റോഡിൽ പൊലിഞ്ഞു പോയ ഒരു യുവാവിൻ്റെ ജീവന് മറുപടി പറയേണ്ടത് സംവിധാനങ്ങൾ തന്നെയാണ്. ആ സംവിധാനങ്ങളെ മറുപടി പറയിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയട്ടെ. ആ പ്രതിഷേധം ഏതളവിൽ പോയാലും. കാര്യം പ്രതിഷേധങ്ങൾ ഉറപ്പായും രാഷ്ട്രീയ കളർ ഉണ്ടെങ്കിൽ കൂടിയും അതൊരു യുവാവിൻ്റെ ജീവൻ, ഒരു നിരപരാധി ജീവനാണ് അതിൽ പൊലിഞ്ഞു പോയതുകൊണ്ട് തന്നെ ആ ജീവന് നീതി കിട്ടിയേ മതിയാവുകയുള്ളൂ.